അച്ഛൻ 2 കല്യാണം കഴിച്ചെന്ന് എല്ലാവർക്കും അറിയാം. വല്യമ്മ 9 കൊല്ലം അച്ഛൻ്റെ കൂടെ താമസിച്ചു. കുഞ്ഞുങ്ങളുണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കില്ല. അതൊരു കാര്യം. അമ്മയെ കല്യാണം കഴിച്ച് ഞങ്ങൾ ജനിച്ചു. അമ്മ വല്യമ്മയെ കാണാനായിട്ട് അച്ഛനെ വിടുമായിരുന്നു. കാര്യം നന്നായിട്ട് പാട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പാട്ട് എഴുതുമ്പോൾ പുറകിൽ നോക്കുന്നവരായിരുന്നു വല്യമ്മ. അമ്മയ്ക്ക് സമയമൊന്നുമില്ല. കാര്യം ഞങ്ങളെ നോക്കുക, പശുവിനെ നോക്കുക. അപ്പം അങ്ങനെ ഞാനൊരു ചിത്രഗീതത്തിൽ ഒരിക്കൽ നമ്മുടെ ദൂരദർശനകത്ത് ചിത്രഗീതത്തിൽ ഞാൻ വല്യമ്മയെ കുറിച്ചാണ് ഈ പാട്ട് എഴുതിയത് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ എൻ്റെ കഥയുണ്ടാക്കി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ വല്യമ്മയെന്നല്ല അമ്മയെന്ന് വിളിക്കുന്നത്. സന്തോഷമായിടാ, നീ നിന്നെ ഞാൻ പറ്റില്ലെങ്കിലും നീ എന്നെ അമ്മയായി കാണുന്നുണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ പേരിൽ. അപ്പം അങ്ങനെ ഓരോ തവണ ഇനി എവിടെയൊക്കെ നീ പാട്ട് വയ്ക്കുന്നു അപ്പോഴൊക്കെ ഈ പാട്ട് വയ്ക്കണം എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ പറയും, ഞാനത് പാട്ട് വയ്ക്കാറുണ്ട്. അവസാനം മരിക്കാറായി പറഞ്ഞ് ഇനി പാട്ട് നീ വയ്ക്കണ്ട, ഞാൻ മരിക്കാൻ പോവുക. അങ്ങനെ വല്യമ്മ എന്ന അമ്മ മരിച്ചു. ഞാൻ ആ പാട്ട് നിർത്തി. ഞാൻ പറഞ്ഞു ഇങ്ങനെ, സന്യാസിനി മരിച്ചു. പിറ്റേ ദിവസം ഒരു പോകും. ആരാന്ന് ഇപ്പോഴും അറിയില്ല. ശരത്തെ, സന്യാസിനി മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിട്ടില്ല. ആരാന്ന് അറിയില്ല.